അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ മേരി ജോസഫ് ആണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യുക. തൻ്റെ ജീവിതത്തിൽ താനെ അഭിമുഖീകരിച്ച കടന്നുപോയ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കന്മാർ നഷ്ടപ്പെടുകയും 13-ാമത്തെ വയസ്സിൽ വിവാഹിതയാവുകയും അതിനോടനുബന്ധിച്ച് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായ സംഭവ വികാസങ്ങളെക്കുറിച്ച് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുക. പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഓൺലൈനിലൂടെ പ്രാർത്ഥന നടക്കുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ മേരി ജോസഫിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകർക്ക് സമയം ചിലവഴിക്കുന്നതായിട്ട് ക്ഷണിച്ചുകൊള്ളു. എനിക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചതിന് ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ദാനിയ ജോൺ പാസ്റ്റർക്കും അരോമ ടി വിയിലുള്ള പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ പറഞ്ഞു അറിയിക്കുന്നു. ഇവിടെ കടന്നു വരുവാൻ അരോമ ടി വിയിൽ കടന്നു വരുവാൻ അജിത് കുമാർ എന്ന പാസ്റ്ററാണ് എനിക്ക് ഇവിടെ സാഹചര്യം ഒരുക്കിയത്. എനിക്ക് ഇവിടെ കടന്നു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എന്റെ ജീവിതത്തിലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ അധികമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പലപ്പോഴും ഞാൻ ഈ അരോമ ടി വിയിലെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. എനിക്ക് കർത്താവെ എങ്ങനെയൊരു സാഹചര്യം ദൈവം ഒരുക്കുമോ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചിരുന്നു. എന്നാൽ അതിനൊരു സാഹചര്യം എന്റെ ദൈവം ഒരുക്കി തന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. എന്റെ ബാല്യകാലത്ത് ഞാൻ ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ്. ഞാൻ ചെറുപ്പകാലത്തില് എന്റെ അമ്മ എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ എന്റെ പിതാവ് മരണപ്പെട്ടുപോയി. പേപ്പട്ടി കടിച്ചാണ് മരിച്ചത്. അതിനുശേഷം എന്റെ അമ്മയ്ക്ക് എനിക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്റെ അമ്മയെ മറ്റൊരാൾ വിവാഹം കഴിച്ചു. എന്റെ അമ്മയുടെ വലിയമ്മയുടെ കൂടെയായിരുന്നു ഞാൻ എന്റെ ജീവിതകാലം ഉണ്ടായിരുന്നത്. അധികം എനിക്ക് പറയുവാൻ എന്റെ കർത്താവിന്റെ അല്ല, എനിക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ലെന്ന് വേണം പറയാൻ. വല്യപ്പനും വല്യമ്മയാണ് എന്നെ വളർത്തിയത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ വളർന്നു വന്നത്. എനിക്ക് അധികം വിദ്യാഭ്യാസമൊന്നുമില്ല. ഞാൻ 5 ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്നെ സഹായിക്കാൻ എൻ്റെ ആരുമില്ലാതെ പിന്നെയും ക്ലാസ് ജയിച്ചു കഴിഞ്ഞപ്പോഴും എന്നെ പഠിക്കാൻ വിട്ടില്ല. മതി പഠിച്ചതെന്നുള്ളൊരു തീരുമാനമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് 13 വയസ്സായപ്പോൾ എൻ്റെ വലിയമ്മ മരിച്ചുപോയി. വലിയമ്മ മരിച്ചു കഴിഞ്ഞ ഉടനെ ഗവൺമെന്റിൽ നിൽക്കുന്ന ഒരാളുമായി എന്നെ വിവാഹം കഴിപ്പിച്ചു. ആ ജീവിതത്തിലെ ഒരുപാട് കഷ്ടങ്ങളായിരുന്നു. നല്ല ഒരു മദ്യപാനിയായ ഒരു ഭർത്താവായിരുന്നു എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എപ്പോഴും മദ്യം കഴിച്ച് അടിക്കും. എനിക്ക് അത്ര വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, 13 വയസ്സ് പ്രായമുണ്ടായിരുന്നുള്ളൂ. ആ കാലങ്ങളിൽ എന്റെ ജീവിതത്തില് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നേരിട്ടു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. 13 വയസ്സ് പ്രായമുള്ളത് കൊണ്ട് എനിക്ക് കടന്നു പോകാൻ ആരുമില്ല. അങ്ങനെ എന്റെ വിവാഹകാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ കുഞ്ഞുമ്മയുടെ വീട്ടിൽ നിന്നാണ് എന്നെ കല്യാണം കഴിച്ച് പറഞ്ഞു വിട്ടത്. അവരെന്നോട് പറഞ്ഞു, അവിടെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മടങ്ങി വരുവാൻ ഇടയാക്കരുതെന്ന്. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ എനിക്ക് എവിടെയും പോകാനില്ലാത്ത കൊണ്ട് ഞാൻ ഈ മദ്യപാനത്തിൽ കഴിഞ്ഞ് വരുന്ന ഭർത്താവിന്റെ അടിയെല്ലാം കൊണ്ട് ജീവിതം അങ്ങനെ കഴിച്ചുകൂട്ടി. പിന്നെ എനിക്ക് 2 മക്കളുണ്ടായി. ആദ്യത്തെ 2 കുട്ടികൾ പെൺകുട്ടികളാണ്. ആ 2 മക്കളായതിനു ശേഷം ഞങ്ങൾ മാനന്തവാടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഈ ഇപ്പോൾ താമസിക്കുന്ന ഈ തോണിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കടന്നു വരുവാനിടയായി. അവിടെ ഞങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമില്ലാതിരുന്നു. അപ്പോൾ ഗവൺമെന്റ് മിച്ചഭൂമി കൊടുക്കുന്നു പറഞ്ഞ് അവിടുന്ന് ഞങ്ങൾ നാൽക്കെട്ടപ്പോൾ 1 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് ദൈവം തന്നു. അന്ന് ഞങ്ങൾ ആ സ്ഥലത്ത് പിന്നെ വീടൊക്കെ വെച്ച് അതിൽ താമസിച്ചു. പിന്നെ 2 ആൺകുട്ടികളെ ദൈവം തന്നു. അങ്ങനെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സാഹചര്യത്തിൽ യേശുവിനെ കുറിച്ച് ഞാനൊന്നും മനസ്സിലാക്കിയിട്ടേ ഇല്ലായിരുന്നു. ഞങ്ങള് RSC പള്ളിയിൽ പോകുന്ന ഒരു കുടുംബമാണ്. ഞങ്ങള് ആ പള്ളിയിൽ സൺഡേ സ്കൂളെല്ലാം പഠിച്ച് അവിടെ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് ആയാണ് കല്യാണം എല്ലാം കഴിഞ്ഞത് ഗവൺമെന്റിലേക്ക്. ഭർത്താവ് അവിടുത്തെ കാര്യസ്ഥനായിട്ട് അവിടേക്ക് കെട്ടിച്ചു വിട്ടതൊക്കെ ഈ ഗവൺമെന്റിലേക്കാണ്. അവിടെ നിന്നാണ് ഞങ്ങള് മാനസാന്തരപ്പെടുവാൻ ഇടയായി തീർന്നത്. പിന്നീട് കുറച്ചു കാലം കൂടി കഴിഞ്ഞതിന് ശേഷമാണ്. അങ്ങനെ ഇരിക്കും എന്റെ മൂത്ത മോളുണ്ടായി. 14-ാമത്തെ വയസ്സിലാണ് എന്റെ മൂത്ത കുഞ്ഞ് ജനിച്ചത്. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ
എനിക്ക് മെൻസസ് ആയി നിൽക്കാത്തൊരു ബ്ലീഡിങ് ആയിരുന്നു. ആ ബ്ലീഡിങ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആസ്പത്രിയിൽ എന്നെ മദർ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവർക്ക് ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ കുട്ടിക്ക് അധികം വയസ്സില്ലാത്തത് കൊണ്ട് മരുന്ന് മാത്രം കൊടുത്ത് ഇങ്ങനെ മെൻസസിന്റെ ക്രമം ശരിയാക്കി കൊണ്ടുവരാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കാലങ്ങളും കഴിഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ രണ്ടാമത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ 4 മക്കളും എനിക്ക് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മാനസാന്തരത്തിലേക്ക് വന്നത്. അതിനു മുമ്പ് ജീവിതത്തിന് ഒരുപാട് കഷ്ടങ്ങളായിരുന്നു. മരിക്കണമെന്ന് വരെ ആഗ്രഹിച്ച ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മരിക്കാൻ ആഗ്രഹിച്ചിട്ടും എനിക്ക് മരിക്കാൻ കഴിയാതെ ഒരു സാഹചര്യമായിരുന്നു. പിന്നെയും ഞാൻ 4 പേരെയും എന്റെ ഇളയമ്മയുടെ വീട്ടിൽ കൊണ്ടേയാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്ന് ആസിഡ് കുടിച്ച് മരിക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ അവരെ 4 പേരെയും അവിടെ കൊണ്ടുപോയി ആസിഡ് എടുത്ത് കുടിക്കാൻ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കുടിക്കാൻ കഴിയുന്നില്ല. അന്നേരം എന്റെ ചെറിയ മോൻ, അവൻ ചെറിയ കുട്ടിയായിരിക്കുന്ന അവനെ ഓർത്തിട്ട് എനിക്ക് കുടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഞാൻ അത് കുടിക്കാതെ അവിടെ ഇരുന്ന് കുറെ കരഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം എന്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എന്റെ മൂത്ത മോളുടെ വിവാഹം നടന്നു. മൂത്ത മോള് ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലാണ്. ദൈവം ദർശനത്തിലൂടെ സംസാരിച്ച് കൊണ്ടുവന്നതാണ് അവനെ. അങ്ങനെ മൂത്ത മോളുടെ വിവാഹം കഴിഞ്ഞു. മൂത്ത മോളുടെ വിവാഹം കഴിയുന്നതിന് മുൻപാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചുപോയത്. അവർക്ക് ക്യാൻസർ ആണ് പിടിപെട്ടത്. എപ്പോഴും പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു വന്നതിന് ശേഷം ഞാൻ സ്നാനപ്പെടാൻ പോകുമ്പോൾ ഞാൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും സ്നാനപ്പെടാൻ പോകണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ പോകുമ്പോ എന്റെ ഭർത്താവ് പറഞ്ഞു, ഒരു ഉരുള ചോറ് തിന്നിട്ടല്ലാതെ ഉപവാസത്തിന് വിടുകയില്ലെന്ന് പറഞ്ഞു. സ്നാനപ്പെടാൻ വിടുകയില്ല. ഇവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ കറിസ്മാറ്റിക് ധ്യാനത്തിൽ കടന്നു പോയപ്പോഴാണ് യേശുവിനെ കുറിച്ച് അറിയുവാൻ ഇടയായത്. ഒരു ദിവസം അവിടെ ആർച്ചി പള്ളിയിൽ പോയി ഒരു പാട്ടുപുസ്തകം വാങ്ങിക്കൊണ്ടുവന്നു. ആ പാട്ടുപുസ്തകത്തിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ആ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചുള്ള ഒരു പാട്ടായിരുന്നു. അതിങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്താ ഒരു വെളിച്ചം ഇങ്ങനെ കടന്നു വരുന്നത് പോലെ തോന്നി. എന്റെ മനസ്സിൽ കന്യാസ്ത്രീകൾക്കും അച്ഛന്മാർക്കും ഒക്കെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ കഴിയുള്ളൂ. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ ആത്മാവിനെ പ്രാപിക്കാൻ കഴിയില്ലെന്നായിരുന്നു എന്റെ ചിന്താഗതി. എന്നാൽ പെട്ടെന്ന് അടുക്കള ഭാഗത്തുനിന്ന് ഒരു വെളിച്ചം ഇങ്ങനെ കടന്നു വരും പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഒരു വിളക്ക് കത്തിയിരിക്കുന്നുണ്ടായിരുന്നു. ആ വിളക്കിന്റെ അറ്റത്ത് ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് കണ്ണ് തുറക്കാതെ ആ വിളക്ക് കെടുത്തിയിട്ട് പിന്നെയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വെളിച്ചം എന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുവാനിടയായി. പെട്ടെന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് ഞാൻ ഇല്ലാത്തൊരവസ്ഥ. എന്റെ വയറെല്ലാം ഇങ്ങനെ വെട്ടിപ്പോയി, കൈ 2 എണ്ണം മാത്രമുള്ളതുപോലെ ഞാൻ ഉയർന്നു പോകുന്ന പോലെ എന്റെ ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഞാൻ ആദ്യകാലങ്ങളിൽ ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ആ സിനിമയിൽ കാണിക്കുന്ന ഓരോ പേര് സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ തന്നെ കർത്താവ് എന്റെ പാവങ്ങളെ ഇങ്ങനെ എഴുതി കാണിക്കുവാനിടയായി. അത് കണ്ടപ്പോഴാണ്, ദൈവമേ, ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ എന്റെ ദൈവത്തോട് നിലവിളിപ്പാനിടയായി. അങ്ങനെ കണ്ടു ഞാൻ എഴുന്നേറ്റപ്പോൾ ഈ കുട്ടികളെ ഉറങ്ങുമായിരുന്നു. ഇവര് അമ്മയെന്ന് എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഈ കാണുന്നത് കൊണ്ട് ഞാൻ ഇവരോട് സംസാരിച്ചില്ല. പെട്ടെന്ന് എന്റെ ഭർത്താവ് എഴുന്നേറ്റ് നോക്കും, വിളക്കില്ല. അവര് തീപ്പെട്ടി എടുത്ത് വരച്ച് വിളക്ക് കത്തിച്ച് നോക്കുമ്പോൾ ഒരുപോലെ ഞാനിങ്ങനെ പയടറ്റത്തിരുന്ന് കരയുകയായിരുന്നു. എന്നോട് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ടെന്ന് വ്യക്തമായി എന്റെ ദൈവം എന്നെ ഇന്ന് വെളിപ്പെടുത്തി കാണിച്ചു തന്നു. ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചു മുന്നേറുവാനാണ് എന്റെ തീരുമാനം. ഭർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണമെന്ന് എന്റെ മനസ്സ് പറയുന്നു ഞാൻ പറയാനിടയായി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് ഒരു പണിക്ക് പോകുന്നിടത്ത് ആന്റി 2 ദിവസം എനിക്ക് സാധനം കൊണ്ട് വരികയാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, നീ എവിടെ പോയതാ മോളെ എന്ന് ചോദിച്ചപ്പോ ഞാൻ പണിക്ക് പോയതാ ചേച്ചി എന്ന് പറഞ്ഞു. ചേച്ചി അന്നേരം എന്നോട് ചോദിച്ചു, പിന്നെ എടി ഇവിടെ ഒരു സ്നാനം നടക്കുന്നുണ്ട്, നീ വരുന്നോ? ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനം കാണാൻ വരട്ടെ ചേച്ചി എന്ന് ചോദിച്ചു. സ്നാനം കാണാൻ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സ്നാനം കാണാൻ വേണ്ടി അവിടെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. രാത്രിയിൽ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ ഭർത്താവിനോട് ചോദിച്ചു, എനിക്കൊരു ചെറിയ ബൈബിള് ഈ സ്കൂളിൽ നിന്ന് കൊടുത്ത ഒരു ചുവന്ന ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. ഞാൻ ആ ബൈബിൾ എടുത്ത് ഇങ്ങനെ വായിച്ചപ്പോൾ 12 സംവത്സരക്കാരും രക്തസ്രാവക്കാരത്തെ സ്ത്രീക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത ഒരു വചനം എന്നോട് ഇടപെട്ടു. അന്ന് എനിക്ക് വചനം ഇടപെടുന്നതാണെന്ന് നമ്മൾ സംസാരിക്കുന്നതാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ ആ വാക്യം ഇങ്ങനെ വായിച്ചപ്പോൾ അതെന്നെ ടച്ച് ചെയ്തു. ഞാൻ വിചാരിച്ചു, കർത്താവെ, അന്ന് ആ സ്ത്രീക്ക് സൗഖ്യം കൊടുക്കാനായിട്ട് ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് എന്റെയും ജീവിതത്തില് കർത്താവ് ഒരു സൗഖ്യം തരണമേ എന്ന് ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ എന്റെ ഭർത്താവിനോട് ചോദിച്ചു, ഞാൻ സ്നാനപ്പെടാൻ പോകട്ടെ? പള്ളിയിൽ ഒന്നാമത് നിൽക്കുന്ന ഇവളിനി സ്നാനപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ സ്നാനപ്പെടാൻ വിടുന്നില്ലെങ്കിൽ
ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും, അതിന് നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഞാൻ നിങ്ങളെ അനുസരിക്കില്ലെന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് കേട്ടപ്പോ എന്നോട് പറഞ്ഞു, എന്നെ അനുസരിക്കാതെ നിൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, എന്നാ നീ പോയി സ്നാനപ്പെട്ടു. ഞാൻ ആ വീട്ടില് രാവിലെ പോയിട്ട്, ഞാൻ ജോലിക്കല്ല എന്ന് പറഞ്ഞ ഒരു വീടുണ്ടായിരുന്നു, അവിടെ ഞാൻ പോയില്ല. അവിടെ പോയാൽ അവരെന്നെ തിരിച്ചു വിടാത്തത് കൊണ്ട് എനിക്ക് സ്നാനപ്പെടണം എന്നൊരു ആഗ്രഹം. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. എനിക്ക് രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ കറിസ്മാറ്റിക് ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ അവിടുന്ന് എല്ലാവരും ഇങ്ങനെ പറയും, കർത്താവെ ഞങ്ങൾ പാവം ഞങ്ങളുടെ പാവം ക്ഷമിക്കണമേ എന്നിങ്ങനെ എല്ലാവരും പാവബോധം വരുന്നവർ എഴുന്നേറ്റ് എന്ന് പറയാൻ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രക്ഷിക്കപ്പെടലാണെന്നാണ് എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഞാൻ അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ സ്നാനത്തിന് പോയപ്പോൾ അവിടുന്ന് ദേവദാസൻ എന്നോട് ചോദിച്ചു, രക്ഷിക്കപ്പെട്ടത് എപ്പോഴാണെന്ന്. അന്നേരം ഞാൻ പറഞ്ഞു രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ എന്റെ പാവം ക്ഷമിക്കണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അന്നേരം പറഞ്ഞു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് നീ രക്ഷിക്കപ്പെടുന്നത് എന്ന് ദേവദാസൻ എന്നോട് പറഞ്ഞു തരുവാനിടയായി. അത് കഴിഞ്ഞിട്ട് ഉടനെ സ്നാനത്തിന് പോയി. 1984 ഓഗസ്റ്റ് മാസം 24-ാം തീയതി 3 മണിക്കായിരുന്നു എന്റെ സ്നാനം. ആ സ്നാനക്കടവിൽ എത്തിയപ്പോൾ എന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ എന്റെ ദൈവത്തിന്റെ കൃപ എന്ന് പറയട്ടെ, എനിക്ക് ഇടാനും ഉടുക്കാനും ഒരു ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ നല്ല വൃത്തിയായി പാവാടയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി ഞാൻ എടുത്ത്, ബാക്കി ഞാൻ എന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോകുന്നൊന്നും ആരും അറിയാതിരിക്കാൻ വേണ്ടി എന്റെ ഭർത്താവിന്റെ വലിയൊരു മുണ്ടൊക്കെ ഉടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എന്നാൽ ദൈവത്തിന്റെ കൃപയാല് 1984 ഓഗസ്റ്റ് മാസം 23-ാം തീയതി ആ വെള്ളത്തിൽ ഇറങ്ങി സ്നാനമേറ്റപ്പോൾ എന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന അസുഖത്തിന് എന്റെ കർത്താവ് പൂർണ്ണമായ വിടുതൽ എനിക്ക് തന്നു. അങ്ങനെയാണ് എന്റെ ദൈവത്തെ ഞാൻ കൂടുതലായി വിശ്വസിപ്പാൻ ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോ 3 മണിക്കായിരുന്നു സ്നാനം. അന്നേരം എന്റെ ചെറിയ പാല് കുടിക്കുന്ന കുഞ്ഞായിരുന്നു. അന്നേരം അവര് എന്നോട് പറഞ്ഞു, ഇനി നാളെ വന്നാൽ മതി, ശനിയാഴ്ചയായിരുന്നു സ്നാനം, അതുകൊണ്ട് ഞായറാഴ്ച സഭായോഗത്തിന് വന്നാൽ മതി, പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് വരണ്ടേ, അപ്പൊ നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞ് മാസ്റ്റർ എനിക്ക് വീട്ടിലേക്ക് എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ വീട്ടിൽ വന്ന ഉടനെ തന്നെ എന്റെ ഭർത്താവ് പറഞ്ഞു, നീ സ്നാനപ്പെട്ടവളും ഞാൻ സ്നാനപ്പെടാത്തവളും. അങ്ങനെയല്ല പറയുന്നത്, നീ മുങ്ങിയവളും ഞാൻ മുങ്ങാത്തവനും, ഇനി നമ്മൾ തമ്മിൽ യാതൊരു പൊരുത്തവും ഇല്ലെന്ന് പറഞ്ഞ് ഇവര് പെട്ടെന്ന് മുകളിൽ കിടക്കാൻ വേണ്ടി ഒരു തട്ടൊക്കെ ഉണ്ടാക്കി പായും പുതപ്പൊക്കെ എടുത്ത് മുകളിലോട്ട് കിടക്കാൻ പോയി. ഈ 4 കുഞ്ഞുങ്ങളും ഞാൻ താഴെ ഇങ്ങനെ കിടന്നു. എനിക്ക് ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് അധികം അറിയത്തില്ലായിരുന്നു. ഈ ബൈബിളിൽ ഇങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോ ഈ സ്നാനപ്പെടുന്ന ഈ രക്തസ്രാവക്കാരത്തി സ്ത്രീക്ക് സൗഖ്യം വന്ന ഒരൊറ്റ ഒരു ചിന്ത മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ സ്നാനക്കടവിൽ പോകാൻ നേരം നിൽക്കുമ്പോൾ ഞങ്ങൾ കറിസ്മാറ്റിക് ധ്യാനത്തിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു 2-3 വീട് ആ കടവിന്റെ തൊട്ട് മുകളിലുണ്ട്. ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ കത്തോലിക്ക പള്ളിയിൽ വലിയ ആളായി നിന്നിട്ട് നീ ഇപ്പൊ സ്നാനപ്പെടാൻ പോ, ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനും സമ്മതിച്ചു, ഞാൻ എന്റെ കർത്താവ് എന്നോട് പോകാൻ പറഞ്ഞാൽ ഞാൻ പോകുമെന്ന് പറഞ്ഞു. അന്നേരം ഇവരെന്നോട് പറഞ്ഞു, നിനക്ക് ഞങ്ങൾക്ക് വിശ്വാസം വരണമെങ്കിൽ നീ ബൈബിൾ എടുത്ത് ഒരു വാക്ക് പ്രാർത്ഥിച്ച് സംസാരിച്ച് വായിച്ചു കേൾപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ബൈബിൾ എടുത്ത് ഇങ്ങനെ വായിച്ചു. നീ സൗഖ്യമായിരിക്കുന്നു, നിന്റെ കിടക്ക എടുത്തു പോവുക. ആ വാക്ക് എന്നോട് കർത്താവ് സംസാരിച്ചു. അന്നേരം അവര് പറഞ്ഞു, ദൈവം പോലും നിനക്ക് അനുകൂലമായി, ഞങ്ങൾ അതിന് പ്രതികൂലമായി ഒന്നും സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അന്ന് പോയി സ്നാനപ്പെട്ടത്. സ്നാനം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞായറാഴ്ച സഭാഗത്തിന് പോയപ്പോ അവിടുന്ന് ദൈവദാസൻ എന്നോട് പറഞ്ഞു, രക്ഷിക്കപ്പെട്ടതും കർത്താവ് ജീവിതത്തിൽ ചെയ്ത നന്മകളെ കുറിച്ച് പറയണമെന്ന്. എനിക്ക് പറയാൻ അറിയില്ല. അന്നേരം എന്റെ അസുഖം മാറിയോന്നും എനിക്ക് കൃത്യമായി അറിയത്തില്ല. എന്നാലും ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ഒരു വിധത്തിൽ എനിക്ക് രക്ഷിക്കപ്പെടുവാൻ ഇന്നലെ കഴിഞ്ഞു, സ്നാനപ്പെട്ടു. ഞാൻ ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു വാക്ക് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു കഴിഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ചെറിയ മോൻ ഇങ്ങനെ അകത്തിരുന്ന് ഒരു കുപ്പി എടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ നമ്മുടെ തറ കെട്ടിയതിന്റെ കല്ല് എന്റെ യേശുപ്പാ എന്റെ മോനെ കാക്കണേ എന്നൊരൊറ്റ ചങ്കിനടിച്ചൊരൊറ്റ നിലവിളി. എന്റെ കുട്ടിയുടെ പല്ല് പൊട്ടി കുപ്പിക്കകത്ത് വീണെന്നല്ലാതെ അവൻ ആ കുപ്പിയും കൊണ്ട് താഴെ വീണില്ല. താഴെ വീണത് വാസ്തവമാണ്, ചില്ലുകുപ്പിയായിരുന്നു. വായിക്കൂടി കുപ്പി കയറി മുറിയുമായിരുന്നു. അവിടുന്ന് എന്റെ ദൈവം അവിടെ കാത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു അടുത്ത വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ദൈവത്തിന് എങ്ങനെ പ്രസാദിച്ച് ജീവിക്കണം, ദൈവത്തിന്റെ വചനം എന്തൊക്കെയാണ് പറയുന്നതെന്നും കറക്റ്റായി എനിക്കറിയില്ലായിരുന്നു. എന്നാൽ അടുത്ത വീട്ടിലെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാൻ വരുമോ? ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടന്നു പോയപ്പോ 4 മക്കളെ ഉറക്കി കിടത്തിയിട്ട് ഞാനും എന്റെ ഭർത്താവും കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നുപോയി. അവിടെ കടന്നു ചെന്നപ്പോൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു വരുമ്പോ ഇവര് കിടന്നുറങ്ങുന്ന ഇവരുടെ ശരീരത്തിലൂടെ ഒരു പാമ്പഴഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഇവർ കണ്ടുകൊണ്ട് കയറി വന്നു. പക്ഷെ ആ പാമ്പിന്റെ മക്കളെ തൊടാതെ ദൈവം കാത്തു. അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കി.
അതിനു മുമ്പേ ഒരു കാര്യം കൂടെ ഇറങ്ങി പറയട്ടെ ദേവദാസ. ഞങ്ങള് ഗ്രൗണ്ടിൽ ആയിരുന്നപ്പോൾ തന്നെയും ഞങ്ങള് ധ്യാനം കൂടി കഴിഞ്ഞിട്ട് പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. പള്ളിയിൽ ചെന്നപ്പോൾ എല്ലാരും പറഞ്ഞു കുമ്പസാരിക്കണമെന്ന്. കുമ്പസാരത്തിന്റെ കൂടിന്റെ അവിടെ ചെന്നപ്പോഴേക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ എനിക്ക് നിറഞ്ഞ് എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. അഭിഷേകമാണെന്ന് എനിക്ക് വ്യക്തമായി അറിയുന്നുമില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് കുമ്പസാരിക്കുട്ടി എന്ന് പറഞ്ഞു, മോളെ കർത്താവ് പാവം മോചിപ്പിച്ചു, അകത്തു പോയിരുന്നു പ്രാർത്ഥിച്ചോളെ. ഞാൻ അന്നേരം അച്ഛനോട് ചോദിച്ചു, അച്ഛോ കുമ്പസാരിക്കാണ്ട് എനിക്ക് കുർബാന കൈക്കൊള്ളാൻ പറ്റുമോ? അന്നേരം എന്നോട് പറഞ്ഞു, കുർബാന കൈക്കൊള്ളാം, കർത്താവ് പാവം മോചിച്ച പിന്നെ കുർബാന കൈക്കൊള്ളുന്നതിന് യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു കുമ്പസാരത്തിന്റെ കൂട്ടിൽ പോയി നിന്ന് പരിശുദ്ധാത്മാവ് അഭിഷേകത്താൽ നിറഞ്ഞ് ആ കുർബാന കൈക്കൊണ്ടതല്ലാതെ പിന്നെ എനിക്ക് ആർസി പള്ളിയിൽ പോകാൻ എന്റെ കർത്താവ് എനിക്ക് ഇടയാക്കിയില്ല. രാത്രിയാമങ്ങളിൽ ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഒരുപാട് കൂട്ടായ്മകളെ കണ്ടുകൊണ്ടിരുന്നു. കർത്താവ് ഇതെന്തായിരിക്കും എന്ന് ഓർക്കുമ്പോൾ നല്ല കൂട്ടങ്ങളെ കാണുന്നല്ലോ എന്ന് എനിക്ക് കാണുവാൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങള് ഈ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും എന്റെ കർത്താവ് ഇടയാക്കിയത്. അതിനു മുൻപേ എല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അതിനും അങ്കാലെ അഭിഷേകം പ്രാപിക്കുള്ളൂ ചില ദേവദാസന്മാരെല്ലാം പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ എന്റെ കർത്താവ് ഇടയാക്കി. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മഴുവന്നൂരിൽ നിന്ന് ഒരു ദൈവദാസൻ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നു നമ്മുടെ ചർച്ചില്. ആ ചർച്ചിൽ ഞങ്ങൾ പോയി പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആ ദേവദാസൻ നല്ല ദൈവകൃപയുള്ള ഒരു ദേവദാസനാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയപ്പോ ആ ദേവദാസൻ ഒരു സ്തോത്രം പോലും പറയുന്നില്ല. അപ്പോഴെന്റെ മനസ്സിൽ തോന്നുക, ഒരു സ്തോത്രം പോലും പറയുന്നില്ലല്ലോ കർത്താവ് എന്ന് ഞാനിങ്ങനെ ഓർത്തു. ആ വീട്ടിലെ അമ്മച്ചി ഒരു വാക്ക് പ്രാർത്ഥിച്ചു. അതിന്റെ ശേഷം ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആലോചന കേൾക്കാൻ ഇടയായി. ഒരു വാക്കല്ലാതെ രണ്ടാമത് ഒരു വാക്ക് പറയാൻ ദൈവാത്മാവ് എന്നെ സമ്മതിച്ചില്ല. ആകാശത്തിലെ പറവുകളെ നോക്കുകയും അത് കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, കടപ്പുര ശേഖരിക്കുന്നില്ല, അതിൽ ശ്രേഷ്ഠമായി ഞാൻ നിന്നെ പരിപാലിക്കുന്ന മകളെ എന്ന് പറയുവാൻ ഇടയായി. അതിന്റെ ശേഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ കരഞ്ഞിട്ടാണ് പോയത്. എല്ലാവരും ജോലി ചെയ്യുന്നു, അതിനേക്കാൾ അധികമായി ഞാൻ ചെയ്യുന്നു. എനിക്കൊരു ബ്ലൗസ് പോലും ഇടാനില്ല. ഞാൻ എങ്ങനെയാണ് ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതെന്നൊക്കെ തന്നെത്താനെ ഇരുന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. എന്നാൽ ആ സ്ഥാനത്ത് ദൈവത്തിന്റെ കരം ആ ദേവദാസനിലൂടെ എന്നോട് സംസാരിച്ചു. നീ തന്നെ ആണയിടുകയും പ്രാകുകയും ചെയ്തിട്ടല്ലേ മകളെ കടന്നു വന്നിരിക്കുന്നത്. ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. അതിൽ 9 പേരോ എന്റെ മഹത്വത്തിന് മടങ്ങി വന്നില്ല. മടങ്ങി വന്ന ഒരുവനെ പോലെ ഞാൻ നിന്നെ കാണുന്നുവെന്ന് എന്നോട് പറയുവാനിടയായി. അന്ന് ഞാൻ അത് ഏറ്റെടുത്തു. കർത്താവേ, നീ അങ്ങനെ എന്നെ കാണുന്നുവല്ലോ എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാനിടയായി. ദൈവദാസന് എത്ര നന്മയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവ് ചെയ്യുന്നത് പിന്നീട് എനിക്ക് മനസ്സിലാകുവാനിടയായി. എന്റെ ജീവിതം വളരെ ക്ലേശം നിറഞ്ഞതായിരുന്നെങ്കിൽ തന്നെയും അതിന്റെ മധ്യത്തിൽ ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുവാൻ തക്കോണം കർത്താവ് എന്റെ ജീവിതത്തിൽ വലിയവ ചെയ്തു. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് കഷ്ടങ്ങൾ, പട്ടിണിയുമായിരുന്നു. 6 ദിവസം കഞ്ഞി കുടിക്കാതെ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതെ ഞാൻ ഇരുന്നപ്പോഴും ഒരു കൈ അരി ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ അടുപ്പത്തിട്ടിട്ട് എന്റെ ദൈവത്തോട് പറഞ്ഞു, 5 പൗണ്ട് 2 മീനും കൊണ്ട് 5000 ഘോഷിപ്പിച്ച എന്റെ ദൈവത്തിന് ഞങ്ങളുടെ ഈ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്റെ വചനത്തിൽ ഞാൻ അങ്ങനെ വായിച്ചിട്ടുണ്ട് കർത്താവ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഈ അരി അടുപ്പത്തിട്ടോ. പിന്നെ കുറച്ച് 3 ദിവസം ആ ഒരു കലം ചോറ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തന്നു. 3 ദിവസം ആ ചോറ് ഞങ്ങൾക്ക് കഴിക്കുവാൻ എന്റെ കർത്താവ് ഇടയാക്കി. ഒരു ദേവദാസന കുടുംബോടിന്റെ വീട്ടിൽ കടന്നു വന്നപ്പോൾ വിളക്കിൽ എണ്ണയില്ലായിരുന്നു. അന്ന് ഇതൊന്നും ഇല്ലല്ലോ, കറണ്ട് ഇല്ലാത്ത കാലങ്ങളായിരുന്നു. വിളക്ക് കുറച്ച് എണ്ണയുണ്ടായിരുന്നു. കരിന്തിരി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവദാസന കുടുംബവും കടന്നു ഒരു ചെറിയ കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കർത്താവ് പറഞ്ഞു, കർത്താവേ, ഇന്ന് ദൈവദാസനെ കുടുംബം കഠിനമാനത്തിൽ കടന്നു വന്നിരിക്കുന്നു. ഇന്ന് ഈ വിളക്ക് നേരം വെളുക്കുന്നവരെ കത്തണേ ദൈവമേ എന്ന് പറഞ്ഞ് ആ വിളക്കിന്റെ മുകളിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ വിളക്ക് നേരം വെളുത്തതിന് ശേഷം ഞാൻ ഊതിയപ്പോഴാണ് ആ വിളക്ക് കെട്ടത്. അതുവരെയും ആ വിളക്ക് വെക്കുവാനിടയായി തീർന്നു. ജീവിതത്തിൽ കർത്താവ് അങ്ങയോടും ഇങ്ങോട്ടും പരിശോധിക്കുമ്പോഴും അടിയെ നിർത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ ഭംഗിയോട് ദൈവത്തെ സ്തുതിക്കുവാനല്ലാതെ അടിയുടെ ജീവിതത്തിൽ ഒരു വഴിയില്ല. ഒരു വസ്ത്രമില്ലാതെ വീടിനകത്ത് നിറങ്ങി പുറത്തേക്ക് ഇറങ്ങി പോകുവാൻ നാണം മറിക്കുവാൻ വസ്ത്രമില്ലാതെ വീടിനകത്തിരുന്ന ഒരു വ്യക്തി ആയിരുന്നു ഞാൻ. അടുത്ത വീട്ടിലെ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ ഇറങ്ങാത്തതിന്റെ കാരണം അവൾക്ക് ഡ്രസ് ഇല്ലാത്തതുകൊണ്ടാണെന്ന്. ആ അമ്മ എനിക്കൊരു മുണ്ട് കൊണ്ടു തന്നു. ആ മുണ്ട് കൊടുത്തിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മഴുവന്നൂരിൽ നിന്ന് കുറെ സഹോദരിമാരുന്നു ഞങ്ങളുടെ ചർച്ചില് ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു. അവര് കടന്നു വന്നു. ആ ആന്റി ഒരു സാരി കൊണ്ടുവന്നു. എനിക്ക് സാരി ആന്റി കൊണ്ടുവന്നതൊന്നും അറിയത്തില്ല. ഞങ്ങൾ ഭക്ഷണം വെക്കുകയായിരുന്നു. ഭക്ഷണം വെച്ച് കഴിഞ്ഞ ഞാനും ആന്റിയും കൂടെ അവിടേക്ക് കടന്നു പോയപ്പോ ആന്റി എന്നോട് പറഞ്ഞു,
നമുക്ക് അവർ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി. അവിടെ ഞങ്ങൾ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരി പുറകോട്ട് തിരിഞ്ഞു നോക്കി എന്നെ കണ്ട് ചിരിച്ചു. എനിക്കറിയത്തില്ല അവർക്ക് ദർശനത്തിൽ കൂടെ ദൈവം എന്നെ കാണിച്ചു കൊടുത്തു, എനിക്കറിയാൻ പാടില്ലായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, എന്താ ചേച്ചി ഇവരെന്നെ നോക്കി ചിരിക്കുന്നവർക്ക് എന്നെ അറിയോ? അതേടി, നമ്മള് വിശ്വാസികളല്ലേ, യേശുവിന്റെ രക്തത്താൽ നമ്മൾ ബന്ധമുണ്ടല്ലോ, അതുകൊണ്ട് അവർ ചിരിച്ചതാണ്. ഞാൻ അങ്ങനെ അത് വിശ്വസിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു. ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകട്ടെ, നാളെ നമുക്ക് കാണാം എന്ന് പറഞ്ഞു പോരുമ്പോൾ ആന്റി പറഞ്ഞു, നിക്ക് അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് ഒരു പൊതി കൊണ്ടു തന്നു. ഒരു സാരി ആയിരുന്നു ദേവദാസ. ഞാൻ ചോദിച്ചു, ആന്റി എനിക്ക് സാരി വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഈ സാരി വേണ്ടെങ്കിൽ ദൈവത്തോട് പറഞ്ഞാൽ മതി, എന്നോട് പറയരുത്. ദൈവം എനിക്ക് നിങ്ങളുടെ മുഖം കാണിച്ചു തന്നു, ഡ്രസ്സ് കൊടുക്കണം എന്നോട് ദൈവാത്മാവ് പറഞ്ഞത് കൊണ്ടാണ് ഈ ഡ്രസ്സും കൊണ്ട് ഞാൻ വന്നതെന്ന് പറഞ്ഞ് അവരെനിക്ക് തരുവാനിടയായി. ആ സാരി ഞാൻ വാങ്ങിച്ചെന്റെ കയ്യിൽ വെച്ചു. അതിനുശേഷം ഇന്നുവരെ ഒരു ഡ്രസ്സിന് ബുദ്ധിമുട്ടുവാൻ എന്റെ കർത്താവ് ഇടയാക്കിയിട്ടില്ല. വലിയവനായ ദൈവം അതെനിക്ക് തന്നധികമായി എന്നെ വഴി നടത്തി. അതുപോലെ തന്നെ ഭക്ഷണം, കർത്താവിനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ തുടങ്ങിയത് മുതല് പാരസമുക്കളോ ഇര കിട്ടാതെ വിശുദ്ധരേക്ക് യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല എന്നുള്ള വാഗ്ദത്ത വചനത്തിലൂടെ അടികളുടെ ജീവിതത്തിൽ പട്ടിണിയെ എന്റെ ദൈവം മാറ്റി. അതിനുശേഷം എന്റെ പ്രിയപ്പെട്ടവരെ സുഖമില്ലാതെ ഒരു പ്രാർത്ഥന നടത്തിയാല് വീട്ടിലെത്തിയാൽ ഉടനെ ദേവദാസന്മാരും ദൈവമക്കളും പ്രാർത്ഥന കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ അവരെല്ലാം ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. ഈ ചീത്ത വിളിക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടവും, ഞാനിങ്ങനെ കരയും. എന്നിട്ട് ഞാൻ പറഞ്ഞു, നോക്കിക്കോ, നിങ്ങൾ ഈ ദൈവമക്കളെയും ദൈവദാസന്മാരെയും പ്രാർത്ഥിക്കുന്നവരെ ഇങ്ങനെ വിളിച്ചാല് അവസാനം ക്യാൻസർ വന്നിട്ടായിരിക്കും നിങ്ങളുടെ മരണം എന്ന് ഞാൻ അങ്ങനെ പറയുവാനിടയായി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം പിന്നീട് എപ്പോഴും നെച്ചുവേദനയും വയറുവേദനയും ഒക്കെ വന്ന് റബ്ബർ വെട്ടാൻ പോകുന്ന ഒരാളായിരുന്നു. പോയാൽ അത് വെട്ടാൻ കഴിയാതെ നെഞ്ചുവേദന കൊണ്ട് റോഡ് വഴിയുടെ അരിയിലൊക്കെ കിടക്കുമായിരുന്നു. അങ്ങനെ ആസ്പത്രി കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലെത്തി. മെഡിക്കൽ കോളേജിലെത്തിയപ്പോഴും ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിന് ക്യാൻസർ ആണ്. അത് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. കർത്താവേ, ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും എന്റെ പ്രിയപ്പെട്ടവന് ക്യാൻസർ വരുവാനിടയായല്ലോ ഓർത്ത് ഞാൻ ദൈവത്തോട് കരഞ്ഞു. ദൈവത്തോട് കരഞ്ഞപ്പോൾ ദൈവം 3 ദിവസം നിങ്ങളുടെ ഭർത്താവ് ജീവിക്കുള്ളൂ, നിങ്ങൾ പെട്ടെന്ന് എന്താണെന്ന് തീരുമാനിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടറോട് വാശി പിടിക്കും പോലെ പറഞ്ഞു, ഡോക്ടറെ എന്റെ ഭർത്താവിനെ ഡിസ്ചാർജ് ആക്കി തന്നേക്ക്, ഇനി ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ ഭർത്താവിന് ജീവനുള്ളപ്പോഴും ഞാൻ ബസ്സിൽ കൊണ്ടുപോയിക്കോളാം, ഒരു വാഹനം നിങ്ങൾ വിട്ടു തരുമായിരിക്കും. എന്റെ കുഞ്ഞുങ്ങളുടെ വാഹനത്തിന് പൈസ ഒരുക്കി വെക്കാൻ എന്റെ മക്കൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് പറയപ്പെട്ട ബന്ധക്കാരൊന്നുമില്ലായിരുന്നു. അമ്മ രണ്ടാമത്തെ കല്യാണം കഴിച്ചല്ലോ, പിന്നെ വിശ്വാസികൾ മാത്രമാണ്, അവർക്കും അധികം സാമ്പത്തികമില്ലാത്തൊരു കാലത്താണ് ഞങ്ങളുള്ളത്. അന്നേരം ഞാൻ അവരെ നിർബന്ധിച്ച് ഡോക്ടറോട് കൂട്ടിക്കൊണ്ടുവന്ന വീട്ടിലേക്ക് ഞങ്ങൾ ബസ് കയറുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പരിചയമുള്ള 2 പേര് ആ ബസ്സിലുണ്ടായിരുന്നു. അവർ ഞങ്ങൾക്ക് സീറ്റ് ഒഴിവാക്കി തന്നു. ഞങ്ങൾ അതിലിരുന്ന് ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ വന്ന് നന്നായി പ്രാർത്ഥിച്ചു. അസുഖങ്ങൾ കുറഞ്ഞിരുന്നു. ആ അസുഖത്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു. ദൈവത്തിന് വേണ്ടി നിന്നില്ലെങ്കിൽ പിന്നെയും പ്രശ്നങ്ങളാവും തീർന്നത്. അന്നേരം ഇവർ മദ്യപാനം ഒഴില്ല എങ്കിലും പുകവലി നിർത്താൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ കരം കൂടെ ഇരുന്നു. അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ദൈവത്തിന്റെ കരം അധികമായി ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കോണം എന്റെ ജീവിതത്തിൽ ഞാൻ ഉറപ്പോടെ നിന്നു. അവരെന്തിനീ പറഞ്ഞിരുന്നാലും ദൈവത്തിന് വേണ്ടി തെറ്റാതെ വണ്ണം ദൈവത്തിന്റെ സന്നിധിയിൽ തെറ്റിപ്പോകാതെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ മുന്നേറേണ്ടതിന് എന്നെ ഈ കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ച് ഞങ്ങൾ അങ്ങനെ മുന്നേറി. ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്ന് പ്രാർത്ഥിക്കും ഇവരുടെ അടുത്ത് പോയിരുന്നിട്ട്, കർത്താവേ, നീ എന്നെ വിധവയാക്കല്ലേ, എന്നെ വിധവയാക്കല്ലേ, ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞു 11 മാസം കഴിഞ്ഞു. 11ാമത്തെ മാസം ഞാൻ പറയുകയാണ്, കർത്താവേ, ഇനി എനിക്ക് നോക്കാൻ പറ്റില്ല. എല്ലാവരും എന്നോട് പറഞ്ഞു, നീ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ നിന്റെ ഭർത്താവ് മരിക്കാതിരിക്കുന്നത്. ഞാനത് വിശ്വസിച്ചില്ല. എന്നാൽ അന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി നോക്കാൻ പറ്റില്ല. അന്ന് തന്നെ എന്റെ പ്രിയപ്പെട്ടവർ മരിക്കാനിടയായി. അന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു, മേരി, ഇന്ന് ഞാൻ പോകുന്ന ദിവസമാണ്. മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ സേവിക്കുന്ന ദൈവത്തെ നിങ്ങൾ സേവിക്കണം, ഇല്ലെങ്കിൽ ഇതിൽ ഞാൻ അനുഭവിച്ചതിൽ കഷ്ടം അധികം അനുഭവിക്കുന്ന എന്റെ മൂത്ത മകനോട് പറയാനിടയായി. അങ്ങനെ 4 മക്കളുടെ കല്യാണം പോലും കഴിയാതെ എന്റെ പ്രിയപ്പെട്ട പോയി 1990 മരിച്ചു. ഒക്ടോബർ 19-ാം തീയതി 7:15 ഇത് മരണം സംഭവിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ കുഞ്ഞുങ്ങളും ചെറിയ മക്കളായി. അവരെയും കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ, ത്യാഗങ്ങൾ ചെയ്താണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. 28 വർഷം ബിൽഡിങ്ങിന്റെ പണിയെടുത്തിട്ടാണ് ഞാൻ എന്റെ മക്കളെ പോറ്റിയത്. 4 പേര്, 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. അങ്ങനെയാണ് മൂത്ത മോളുടെ വിവാഹം. ഒരു മരിച്ച് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ
തമിഴ്നാട്ടിൽ നിന്നാണ് അവൾക്കൊരു ആലോചന കടന്നു പോകുന്നത്. ആലോചന കടന്നു പോകുന്നത് ദൈവവചനം, ദൈവത്തിന്റെ ഒരു ദർശനം കണ്ടിട്ടാണ് അവന് വീട്ടിൽ വന്ന് എന്റെ മോളെ കല്യാണം കഴിക്കാനിടയായത്. കല്യാണം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പോയി. അതിന് 2 വർഷം മുമ്പേ നമ്മുടെ ചർച്ചിലൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു ദൈവദാസൻ കടന്നു വന്നിട്ട് അവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോളെ, ഒരു ഭാഷ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് പിന്നെ അയക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. അത് അത് പറഞ്ഞിട്ട് 2-ാമത്തെ വർഷമാണ് ഈ തമിഴ്നാട്ടിലേക്ക് ഒരു കല്യാണം നടന്നു വന്നത്. അവിടെ കല്യാണം കഴിച്ച് അവിടെ ഒരു ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളുമായി താമസിക്കുന്നു. ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിൽ ആയിരിക്കും, ഈറോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ അവരുടെ ജീവിതം അങ്ങനെയായി. 2-ാമത്തെ അവൾക്ക് വിവാഹപ്രായമായപ്പോൾ അവളെ TPM ചർച്ചിലെ ഒരു സഹോദരനാണ് അവളെ കല്യാണം കഴിച്ചത്. അതും അവരെല്ലാവരും കൂടെ സാമ്പത്തികം ഒരുപാട് വേണമെന്ന് പറഞ്ഞ് പ്രശ്നമാക്കിയപ്പോഴും കെട്ടാനുള്ള ചെറുക്കം പറഞ്ഞു, അവിടുത്തെ അമ്മ എന്ത് പറയുന്നു അതിനെ അവളുടെ കല്യാണം ഉറപ്പിച്ചിട്ട് നിങ്ങൾ വരണമെന്ന് അവന്റെ കുടുംബക്കാരോട് പറയുവാനിടയായി. വലിയവനായ ദൈവത്തിന്റെ ഒരു വലിയ കൃപയും അല്ലാതെ എന്റെ ജീവിതത്തിൽ പറയുവാൻ എനിക്ക് ഒരു നന്മയില്ല. കർത്താവ് ചെയ്തതല്ലാതെ അനേക സ്വത്തും, എന്നാൽ അതിന്റെ എല്ലാം മധ്യത്തിൽ എന്റെ ദൈവം അത് അത്ഭുതം പ്രവർത്തിച്ചു. ഒരു സാമ്പത്തിക വഴിയില്ലാതെ കർത്താവ് അതിന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയോടെ നടത്തി. അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം ഒരു വാക്ക് കൽപ്പിച്ച സകലത്തെ ഉളവാക്കാൻ കഴിവുള്ള ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമാണ് അടികളോട് കൂടെ ഇരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് എന്റെ വയറിനകത്ത് ഒരു ഭയങ്കര വേദനയാണ് വരുന്നത്. എന്താണെന്ന് അറിയില്ല. ഡോക്ടറെ അടുത്ത് കടന്നുപോയി. വയറങ്ങനെ വല്ലാതെ തടിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോക്ടറിന്റെ പ്രസവവാർഡിലേക്ക് കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, നീ പ്രസവവാർഡിലേക്കൊന്ന് കൊണ്ടുപോകണ്ട, എന്റെ വയറിന് വേറെ എന്തോ പ്രശ്നം. അപ്പൊ ഡോക്ടർ പറഞ്ഞു, സോറി പറഞ്ഞു എന്നോട്, അത് ശ്രദ്ധിക്കാതെ ഞാനത് ചെയ്തത് എന്ന് പറഞ്ഞ് ഡോക്ടറിനെ കൊണ്ടുപോയി പെട്ടെന്ന് എന്നെ പരിശോധിച്ചിട്ട് ഒരു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോ എന്റെ വയറിനകത്ത് വലിയൊരു മുഴയാണ്. ആ മുഴ ഓപ്പറേഷൻ ചെയ്തെടുത്ത് കളയണമെന്ന് പറഞ്ഞു. ഈ 4 കുഞ്ഞുങ്ങള് മാത്രമല്ലാതെ എനിക്ക് മറ്റേ സ്കാനിങ്ങിന്റെ റിസൾട്ടും എടുത്ത് ഞാൻ ആശുപത്രിയിൽ ഡോക്ടർക്ക് പറഞ്ഞപ്പോൾ ആ മുറ്റത്ത് നിന്നുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞു, അപ്പാ അങ്ങല്ലാതെ എന്നെ ആര് നോക്കൂ, എന്റെ വയറിനകത്ത് മുഴയുണ്ടെന്ന് പറയുന്നു, എനിക്കത് പൂർണ്ണമായി മാറ്റിത്തരണം യേശുപ്പ. എന്റെ മുഴയെ മാറ്റുവാൻ എന്റെ അപ്പനല്ലാതെ ആർക്ക് കഴിയും? ആശുപത്രി കിടന്നാൽ എന്നെ നോക്കുന്ന ആര്? എനിക്ക് പൈസ ഇല്ല കർത്താവ് എന്ന് പറഞ്ഞ് ഞാൻ നിലവിളിക്കാനായി. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടെ സ്കാൻ ചെയ്തിട്ട് നോക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് സ്കാനിങ്ങിന് പൈസ ഇല്ലല്ലോ, കുഞ്ഞുങ്ങൾക്ക് അരി വേണ്ട, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ സ്കാനിങ്ങിന് പോകാൻ താമസിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് സ്കാനിങ്ങിന് പോയപ്പോഴും ആ മുഴയുടെ സ്ഥാനത്ത് ഒരു മുഴ പോലും ഇല്ലാതെ ചെറിയൊരു കുരു മാത്രം എന്റെ ദൈവം തന്നു. ആ വലിയ മുഴയെ എന്റെ ദൈവം എടുത്തു മാറ്റിയതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ഒരു ഓപ്പറേഷൻ ഇല്ലാതെ എന്റെ കർത്താവ് അതിൽ നിന്ന് മാറ്റി. അങ്ങനെ എന്റെ ബ്ലീഡിങ് മാറ്റി, എന്റെ മുഴയും മാറ്റി. എന്റെ കർത്താവ് വലിയവനെന്ന് എനിക്ക് പിന്നെയും വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുന്നേറുവാനിടയായി. അങ്ങനെ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ യൂട്രസിന് മുന്തിരി കൊല പോലെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ഡോക്ടർ പറയാനിടയായി. ഞാനും അത് എന്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ എന്റെ ശരീരത്തിലുള്ള എന്റെ രോഗങ്ങളെ മാറ്റുവാൻ നീ മതിയായ ദൈവമാ, ഇത്രത്തോളം വിടുവിച്ച ദൈവം ഇനി എന്നെ അത് വിടുവിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനിടയായി. അതിനുശേഷം ഒന്ന് ഇറങ്ങി പറയട്ടെ ദേവദാസ, എന്റെ മകൾക്ക് പിന്നെ കിഡ്നിക്ക് പ്രോബ്ലമായി 10 പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനിടയായി. അവളെ കിഡ്നി പ്രോബ്ലമായി, മൂത്രം പോകില്ല. അങ്ങനെ ട്യൂബൊക്കെ ഇട്ട് കിടക്കുമ്പോൾ അവൾ എന്നോട് പറഞ്ഞു, കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിരുന്നു. അന്നേരം അവിടുന്ന് ആശുപത്രി കൊണ്ടുവന്ന് ഡോക്ടർ പറഞ്ഞു, ഇവൾക്ക് കിഡ്നിക്ക് പ്രോബ്ലമാണ്, ഇത് മാനസികമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവൾക്കത് ഭയങ്കര വിഷമായി പോയി. ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു, അമ്മേ, നമുക്ക് ഉപവസിക്കാം, എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞങ്ങൾ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം ഉപവാസം തീരുന്നതിന് മുൻപ് ഒരു മേഘം ഞങ്ങളുടെ വീടിനകത്തേക്ക് ഇറങ്ങി. ഞാൻ പിന്നീടാണ് വേഗത്തിൽ യേശു ഇറങ്ങുന്നത്, വേഗത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കിയത്. മോശയോട് ദൈവം വേഗത്തിലൂടെ അവരോട് സംസാരിച്ചത് ഒരാണിപ്പെട്ടുള്ള കനത്തിൽ 3 തുള്ളി വെള്ളം അവളുടെ തലയിൽ വീണു. ബാത്റൂമിലെല്ലാം കൊണ്ടുപോയി കൈ പിടിച്ചു കൊണ്ടുപോകണമായിരുന്നു. അത്ര പോലെ തളർന്ന് കിടക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവൾ തീരുമാനം ചെയ്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത്. അങ്ങനെ തീരുമാനം ചെയ്തപ്പോഴാണ് അവളെ കർത്താവ് വിടുവിച്ച് അവളാണ് തമിഴ്നാട്ടിലേക്ക് സുവിശേഷ വേല ചെയ്തത്. അവൾക്ക് പൂർണ്ണ വിടുതൽ ദൈവം കൊടുത്തു. അതിനുശേഷം കിഡ്നിക്ക് പ്രോബ്ലമായിട്ട് യാതൊരു മരുന്നുണ്ടാക്കാനോ കൊടുക്കാനോ ഒന്നും ദൈവം ഇടയാക്കിയിട്ടില്ല. വലിയവനായ ദൈവത്തിന്റെ കരമാണ് ഞങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം പ്രവർത്തിച്ചത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. അപ്പനില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ കുടുംബമായി ഇന്ന് ദൈവസന്നിധിയിൽ ഉണ്ടാകത്തില്ലായിരുന്നു. ഞാൻ 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ പോയതായിരുന്നു. ആത്മഹത്യ ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് മരിച്ച്
ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ അതിന്റെ എല്ലാം മധ്യത്തിൽ എന്റെ ദൈവം എന്നെ വിടുവിച്ചു. പിന്നെ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു താല്പര്യവും ആഗ്രഹവുമായിരുന്നു എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം കൊണ്ട് ഞാനൊരു ഓതറയിൽ ഒരു വീടിന്റെ വീട്ടുപണിക്ക് കടന്നുപോയി. അവിടെ കടന്നുപോയി ഇപ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞിരുന്നു, എനിക്ക് സുവിശേഷ വേല ചെയ്യണം നല്ല ആഗ്രഹമായിരുന്നു. ഞാൻ HMA വർക്ക് ചെയ്യുമായിരുന്നു ആദ്യം. HMA കൂടിയിട്ട് ഹോസ്പിറ്റൽ മിനിസ്ട്രി, പിന്നെ ഞങ്ങൾ ജയിലിൽ പോയിട്ടുള്ള മിനിസ്ട്രി ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഒരുപാട് പേര് രക്ഷിക്കപ്പെടുവാനുള്ള ഇടയായി. അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് കടന്നു പോകാനിടയായത്. അവിടെ കടന്നുപോയി ആ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ ഈ വീട്ടിൽ ഇങ്ങനെ 4 ചുവരിനുള്ളിൽ ഇരുന്നാലും എന്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് കർത്താവേ, നീ എന്നെ നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ തീരുമാനിക്കണേ കർത്താവേ. ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് ഈ ഭൂമിയിൽ ഒന്നും വേണ്ട. എന്റെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം പറക്കം പറ്റിച്ചല്ലോ. ഇവരെല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു. മൂത്ത മോൾക്ക് 2 കുട്ടികള്, ഇളയ മോന്, രണ്ടാമത്തെ മോൾക്ക് 1 മോൻ, മൂന്നാമത്തെ മോന് 2 കുട്ടികള്, ഇളയ മോന് 2 കുട്ടികള്. എല്ലാവർക്കും അങ്ങനെ 7 കൊച്ചുമക്കളെ ദൈവം എനിക്ക് തന്നു. അവരെല്ലാം കാണുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ രണ്ടാമത്തെ മോള് കഴിഞ്ഞതിന് ശേഷം മൂത്ത മോൻ, ഈ 2 പെൺകുട്ടികളുടെ ഇളയതാണ് ഈ മോൻ. അവന് കല്യാണം കഴിഞ്ഞു. അവന്റെ കുട്ടികളും 2 പേരെ ദൈവം തന്നു. 3 കുട്ടി ഉണ്ടായിരുന്നു. ഒരു കുട്ടി മരിച്ചുപോയി. 2 മക്കളെ ദൈവം ആയുസ്സോടെ നിർത്തിയിരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ മോൻ കല്യാണം കഴിഞ്ഞു. അവര് ബോംബെയില് സുവിശേഷ വേല ചെയ്യുന്നു. കലീന എന്ന സ്ഥലത്ത് ദൈവസഭ, കലീന ദൈവസഭ അവരുടെ ചർച്ചാണ്. അവിടെയാണ് അവരുള്ളത്. അവര് താമസിക്കുന്ന 2 മക്കളും അപ്പനും അമ്മയും സുവിശേഷ വേല ചെയ്യുന്നവരായി. അങ്ങനെ എന്റെ മൂത്ത മകളും കുടുംബവും സുവിശേഷ വേല ചെയ്യുന്നു. ഇളയ മകനും 2 കുട്ടികളും ഭാര്യയും സുവിശേഷ വേല ചെയ്യുന്നു. വീട്ടിലുള്ള മകൻ സുവിശേഷ വേലയല്ല ചെയ്യുന്നത്. അവൻ സാധാരണ തൊഴിലൊക്കെ ചെയ്തു. പിന്നെ കാട് വെട്ടാനൊക്കെ പോയി അങ്ങനെയാണ് ഉപജീവന മാർഗം കഴിയുന്നത്. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ അവിടേക്ക് കടന്നുപോയത്. ഓതറയിൽ കടന്നുപോയപ്പോൾ ദൈവത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എനിക്ക് സുവിശേഷം വേല ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മഹാരാഷ്ട്രയിലുള്ള ഈ പാസ്റ്ററെ പരിചയപ്പെട്ടത്. അജിത് കുമാർ പാസ്റ്റർ മുഖാന്തരമാണ് ഞാൻ ഈ ഓൺലൈനില് പ്രവർത്തനം തുടങ്ങിയത്. ഓൺലൈനിലെ പ്രാർത്ഥനയിൽ എന്റെ കർത്താവിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നല്ലാതെ എനിക്ക് പറയുവാൻ ഒന്നുമില്ല. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ കർത്താവ് തന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓതന സഭയിലെ അംഗമായി ഞാൻ അവിടെ 3 വർഷം ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ കടന്നു പോയപ്പോൾ അവിടുത്തെ സഹോദരിമാരും അന്യമാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർക്കൊക്കെയും സൗഖ്യം വന്നു. അവർക്ക് സൗഖ്യം വരുന്നുണ്ടെന്ന് ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അവര് പിന്നീട് എന്നോട് പറഞ്ഞു, ആന്റി, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇന്ന രോഗം മാറി. ഒരു പാസ്റ്ററും ദേവദാസിയും കൂടി എന്നെ കാണാൻ വന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്റെ ഭാര്യയുടെ തൊണ്ടയിലെ മുഴ മാറി. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ. പിന്നെ ഒരാൾക്ക് ക്യാൻസർ മാറി. അവരെന്നെ കാണാൻ വന്നു. എല്ലാവരും പിന്നെ ആ വീട്ടിലേക്ക് കാണാൻ വരരുതെന്ന് ഞാൻ പറഞ്ഞു. അവിടുത്തെ അമ്മച്ചിയുടെ പ്രത്യേക സ്വഭാവമുള്ള ഒരു അമ്മയാണ്. ആരും അങ്ങനെ അന്വേഷിച്ചു വരുന്നു ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിൽക്കുന്ന വീട് പറഞ്ഞു കൊടുത്തില്ല. ആരും വന്നില്ല. എല്ലാവരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ അനേകയിടങ്ങളില് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്റെ കർത്താവ് എനിക്ക് അനേക സൗഖ്യങ്ങളെ കൊടുത്തു എന്ന് പറഞ്ഞ് അവരുടെ മറുപടികളും അവരുടെ പ്രാർത്ഥനയും അവരെന്നെ വിളിച്ചു പറയാറുണ്ട്. കർത്താവ് എന്നെ കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ആയിത്തീരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിലെ എന്റെ ജീവിതത്തിന്റെ സകല ഘട്ടങ്ങളെയും മറന്നുകൊണ്ട് അനേകർക്ക് വേണ്ടി ഓടുവാൻ എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ ദൈവമക്കളെ, നമ്മൾ എന്തായിരുന്നാലും കർത്താവ് നമ്മൾക്ക് വേണ്ടി മരിച്ചത്, കർത്താവ് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചത് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാതിരിക്കാൻ കഴിയും? അതാണ് എന്റെ ജീവിതത്തിലെ എന്റെ ചിന്താഗതി. ഞാൻ അങ്ങനെ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ ജീവിതത്തില് ഒരു രോഗങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും കടന്നു വരുന്ന ഓരോ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ ഞാൻ അനുഭവിച്ച ആ കഷ്ടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അവരോട് എന്താണ് പറയാനുള്ളത്? എന്റെ അപ്പനെ കുറിച്ചല്ലാതെ ഒന്നും പറയാനില്ല. അനേക ഇടങ്ങളിൽ കയറി ഇറങ്ങി പോകുമ്പോൾ, അനേക രോഗികളുടെ അടുത്ത് സന്ദർശനത്തിന് പോകുമ്പോൾ അവര് ഞാൻ പ്രാർത്ഥിക്കാതെ വന്നിട്ട് ഇങ്ങോട്ട് വരും. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ സമയങ്ങളെ വേർതിരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് നമ്പർ കൊടുത്തിട്ടായിരിക്കും വരുന്നത്. അവര് വരുമ്പോ കുറച്ച് ദിവസം നേരം കഴിയുമ്പോഴത്തേക്ക് അവരെന്നെ വിളിച്ചിട്ട് പറയും, ചേച്ചി, നിങ്ങൾ പ്രാർത്ഥിച്ച ആ സമയം തന്നെ നിങ്ങളോട് ഞാൻ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്റെ രോഗത്തിന് സൗഖ്യം എന്നൊന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞാൻ ഒന്നുമില്ലാത്തവള, എന്നാൽ എന്നെ കർത്താവ് അതിന് യോഗ്യരാക്കി തീർക്കുന്നല്ലോ എന്നോർത്ത് എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദി മാത്രമേ പറയാനുള്ളൂ. എന്റെ ജീവിത ഘട്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂലത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും മധ്യത്തിൽ കുഞ്ഞുങ്ങളെ പോലെ പോറ്റുവാൻ വഴിയില്ലാതെ, അവർക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ, ഒരു വസ്ത്രത്തിന് മറുതുണി ഇല്ലാതെ, വസ്ത്രം കൊടുക്കാൻ ഇല്ലാതെ, പട്ടിണിയോടെ എല്ലാം കഴിഞ്ഞ സ്ഥാനത്ത് വലിയവനായ ദൈവത്തിന്റെ അത്ഭുതകരം അടിയന് വേണ്ടി ഇത്രത്തോളം പ്രവർത്തിച്ച ആ വലിയ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അപ്പന്റെ കരത്തിൽ ഒരിക്കലും താണിരുന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് അധികമായി ഇടയാക്കട്ടെ.
എന്റെ മക്കളെല്ലാം സന്തോഷമായി ദൈവസന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താവെ ആരും നഷ്ടപ്പെടരുത്. അജിത് കുമാറിന്റെ പാസ്റ്റർ കൂടെ കൂടിയതിനു ശേഷം 2ാമത്തെ വർഷമായിപ്പോ ഈ വർഷത്തില് കർത്താവെ ഡിസംബർ 23 ആകുമ്പോൾ ആ പ്രവർത്തനത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീർന്നു എന്നല്ലാതെ പറയുവാനില്ല. മഹാരാഷ്ട്രയിലെ ബീഹാറിലെ ഛത്തീസ്ഗഡിന് എല്ലായിടത്തും വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ജീവിതത്തിൽ ഇടയാക്കി. അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി ശിഷ്യരാക്കി കൊള്ളുവീരെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ വാഗ്ദത്ത വചനമായി ഞാനിവിടെ വരാൻ ഇടയായത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കർത്താവ് എനിക്കിവിടെ ആരോഗ്യ ദേവദാസന്റെ ഓരോ മക്കളുടെ സാക്ഷികൾ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും കർത്താവ് എനിക്കൊന്ന് പറയുവാൻ എന്റെ സാക്ഷികളെ കുറിച്ച് പറയുവാൻ ഞാൻ എന്റെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് അനുഭവിച്ചത് ദാരിദ്ര്യത്തില്, ബുദ്ധിമുട്ടില്, വസ്ത്രമില്ലായ്മയില്, രോഗത്തില് അനേകര് കരയുമ്പോൾ എന്റെ ദൈവം എന്നെ ഇത്രത്തോളം നിർത്തിയല്ലോ. ആ വലിയ സ്നേഹമാണ് എനിക്ക് പറയുവാനുള്ളത്. മഴകൾ വന്നു, യൂട്രസിൽ മഴ വന്നു, ബ്ലീഡിങ് വന്നു, ഒരു മരുന്ന് പോലും വാങ്ങാതെ, ഒരു പൈസ പോലും ചെലവാക്കാതെ എന്റെ അപ്പനാണ് എനിക്ക് ആരോഗ്യം ബലവും തന്നത്. ഇന്ന് ഞാൻ ജീവിക്കുന്നു ഒരു മരുന്ന് കഴിച്ചിട്ടല്ല. എനിക്കൊരു ഷുഗർ, ഒരു കൊളസ്ട്രോൾ, ഒരു പ്രമേഹം, അങ്ങനത്തെ ഒന്നും ഒരു അസുഖമില്ല. എന്റെ ജീവിതത്തിലെ കർത്താവിന്റെ കൃപ പ്രാപിക്കുന്നിടത്തോളം എനിക്ക് രോഗത്തിന് സൗഖ്യം തന്നിട്ട് കർത്താവ് നടത്തുകയാണ്. അനേകർക്ക് വിടുതൽ വരുവാൻ എന്റെ പ്രാർത്ഥന അതിനെയോ ഇടയാക്കി തീർന്നു ദൈവം. എനിക്കത് വളരെ ദൈവം എന്നെ ഇത്രത്തോളം വായിക്കാൻ ഞാൻ അവന്റെ പാതവിടത്തിലൊന്നുമില്ല. എനിക്കൊരു വീടില്ലാതിരുന്ന ഒരു സാഹചര്യത്തില് ഞാൻ വീടിന് പണിയെടുക്കാൻ ആൾക്കാരെ വിളിച്ചു. അവര് കടന്നു വന്നില്ല. എനിക്ക് പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട്. അപ്പോഴുടനെ ഉണ്ടല്ലോ ഞാനിങ്ങനെ പറഞ്ഞു, ദൈവം എനിക്ക് വീട് തന്നത്, എനിക്ക് മക്കളെ തന്നത് ദൈവമാ, എനിക്ക് ഭർത്താവിനെ തന്ന ദൈവമാ, സുഖമില്ലാതാക്കിയ ദൈവമാ. ഇനി ഞാൻ വീടും പണിയുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല. ദൈവത്തിന് നോക്കി തരാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ. ഞാൻ സ്വന്തമായി പറഞ്ഞൊരു കാര്യമാണ്. വയലിൽ കൂടെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നിരുന്നു. പിറ്റേ ദിവസം ഞങ്ങളുടെ സഭയിലെ ദേവദാസൻ പൈസയുമായിട്ട് എന്റെ വീട്ടിൽ കയറി വന്നു. ഞാൻ ചോദിച്ചപ്പോ എന്താ ഈ വന്നത്? ഞാൻ അങ്ങോട്ടേ വരുമായിരുന്നല്ലോ. എന്നോട് പറയുകയാണ്, എനിക്ക് എങ്ങനെ വരാതിരിക്കാൻ കഴിയും? നീ ഇങ്ങനെ ഇരുന്ന് കരയുന്നു, എന്റെ പെട്ടിയിലെ പൈസയും നീ കരയുന്ന മുഖവും ദൈവം എനിക്ക് കാണിച്ചെന്നാ പൈസ കൊണ്ട് തരാതിരിക്കാൻ ഒക്കുവോ എന്ന് പറഞ്ഞ് എനിക്ക് പൈസ എടുത്തു തരുവാനിടയായി. എന്റെ ദൈവം എന്റെ വീട് കെട്ടാനുള്ള പൈസ കൊടുത്തയച്ചു ദൈവദാസനിലൂടെ. എത്ര വലിയ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളൊരു വയലിൽ കൂടെ കരഞ്ഞോണ്ട് വന്ന് പറയാൻ ഞാൻ ഇനി വീട് കെട്ടുന്നില്ല. ഉടനെ അതാ ദൈവം എനിക്ക് പൈസയും കൊണ്ട് ആളെ പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എത്ര വലിയ ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞിട്ട് നമ്മളെ കണ്ണുനീരിനെ കാണുമ്പോൾ അത് നിവർത്തിച്ചു തരുന്ന ഒരു നല്ല കർത്താവ്. ഈ കർത്താവിനെ മറന്നിട്ട് എവിടെയും ഓടുവാൻ ഇടവരുത്താതെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറെ വിശ്വസ്തയോടുന്നതോട് മുന്നേറുവാൻ ഞാൻ അധികമായി ആഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ തന്നെ എനിക്ക് ഇടയാക്കി തീർക്കട്ടെ. ഓരോ ദിവസവും അവന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുവാൻ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു ശബ്ദം കേൾപ്പിച്ചു. കാര്യങ്ങളെല്ലാം ക്രമത്തിലാക്കിക്കോ, സമയം എടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്റെ ജീവിതത്തില് എന്റെ സ്ഥലത്തിന്റെ ആധാരം ബാങ്കിലിരിക്കുന്നു, അതെടുത്തിട്ടല്ലാതെ എന്നെ നീ ഭൂമിയിൽ മാറ്റപ്പെടുത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. കർത്താവിന്റെ കരം അതിന്മേൽ അത്ഭുതം പ്രവർത്തിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഇന്നലെ നാളെ അതെനിക്ക് നിവർത്തിച്ചു തരും. എന്റെ അപ്പന്റെ കരം വലിയ കരമാണ്. ഞാൻ അത് നന്നായി വിശ്വസിക്കുന്നു. എന്റെ ദൈവം എന്നെ നടത്തി കഷ്ടതയിൽ നിന്ന് എന്നെ വിടുവിച്ചു. എന്റെ കുഞ്ഞുങ്ങളെ ആയുസ്സും ആരോഗ്യം തന്നു. എന്റെ കർത്താവ് കൊച്ചുമക്കളെ തന്നു. എല്ലാം നന്ദിയോട് സ്തോത്രം ചെയ്യണം. ഈ നല്ല കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ മുന്നേറാൻ എനിക്ക് ദൈവമക്കളോട് അതേ പറയുവാനുള്ളൂ. പ്രാർത്ഥനയിൽ മറുപടി നൽകുന്ന ഒരു ദൈവം നമുക്ക് ജീവിക്കുന്നുണ്ട്. ഏത് വിഷയങ്ങളാണെങ്കിലും കുടുംബത്തിലെ വിഷയങ്ങളാണെങ്കിലും സമാധാനമില്ലാത്തവർക്കാണെങ്കിലും ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നത് ചെയ്ത കർത്താവിന്റെ വാഗ്ദത്ത വചനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥന ദൈവമക്കളെ പറയുകയാണ്. കർത്താവേ സ്തോത്രം. എനിക്ക് 30 പാട്ട് എഴുതുവാൻ എന്റെ കർത്താവിന്റെ ജീവിതത്തിൽ തന്നു. ഞാൻ ആ പാട്ടുകൾ ഇങ്ങനെ രാത്രിയിൽ കിടക്കുമ്പോൾ എനിക്ക് ഓരോ വരികൾ എന്റെ ദൈവം തരും. ഞാൻ അതിന് പെന്നും കടലാസ് എടുത്തു വെച്ച് എനിക്ക് പാട്ടാണെന്നോ അത് ഞാൻ എഴുതിയാൽ നമുക്കൊരു പാട്ടായി ഉപയോഗിക്കാം എന്നൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ആ പാട്ടുകൾ ഇങ്ങനെ എഴുതി വെച്ചു. ഇതുപോലെയൊക്കെ ഈ പാടിക്കൊണ്ടിരുന്നു. അത് 3-4 പാട്ടാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അതെല്ലാം ഭംഗിയോടെ ആയിത്തീരുവാൻ ഈ ഒന്നും അറിയാത്ത എന്നെ, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത എന്നെ, ഒന്നിനും കൊള്ളാത്ത എന്നെ, എന്റെ ദൈവം കുമ്പത്തൊട്ടിയിലിരുന്ന എന്നെ എടുത്ത് ഇത്രത്തോളം മാനിച്ചെന്നെ നിർത്തിയെന്ന് ഓർക്കുമ്പോൾ അതെനിക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ എനിക്ക് വർണ്ണിക്കാതിരിക്കാൻ കഴിയില്ല. ആ ദൈവം ഒരിക്കലും എന്നെ താഴ്ത്തിക്കളയാതെ നിലപ്പുറകെ ഉയർത്തുന്ന ശക്തി ലഭിച്ച ശേഷം ഭൂലോകത്തൊക്കെയും പോയി ശിഷ്യരാക്കിക്കൊള്ളുക. എന്റെ സാക്ഷികളാകെ ഇന്ന് അതിന് മുഖാന്തരം എന്റെ ദൈവം ഒരുക്കി തന്നു. ഈ ആരോഗ്യ ടിവിയില് എനിക്ക് കടന്നു വന്ന് സാക്ഷ്യം പറയുവാൻ എന്റെ ദൈവം എന്നെ ഒരുക്കി. ആ സമയത്തെ ഓർത്ത് ഞാൻ നന്ദിയുള്ളവളാണ്. നന്ദി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എവിടെയും കടന്നുപോയി എന്റെ സാക്ഷ്യം പറയാൻ കഴിയുന്നില്ല.
എന്റെ സാക്ഷ്യം പറയണമെങ്കിൽ ഇതുപോലെ ഒരു എനിക്ക് ദൈവം ഒരുക്കി തന്നത് കൊണ്ട് ഈ ദേവദാസിന്റെ വലിയൊരു ചാനൽ ഉണ്ടാക്കിയത് ഏറ്റവും അനുഗ്രഹമുള്ള ഒരു കാര്യമാണ്. അനേകരുടെ സാക്ഷ്യങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് ഇടയാക്കുന്ന ഒരു വലിയൊരു മുഖാന്തരമായത് അനേകർക്ക് ഒരു പ്രയോജനമായി തീരുവാൻ ഈ ദിവസങ്ങളില് ദൈവത്തിന്റെ കരങ്ങളിൽ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ജീവനുള്ള കാലമെല്ലാം അവനെ സ്തുതിച്ചിടുമേ, ജീവനുള്ള കാലമെല്ലാം അവനെ സ്തുതിച്ചിടുമേ. എന്റെ കഷ്ടതയിലും സങ്കടത്തിലും എന്നെ കൈവിടാത്ത യഹോവയാണേ. എന്റെ കഷ്ടതയിലും സങ്കടത്തിലും എന്നെ കൈവിടാത്ത യഹോവയാണേ. നമ്മുടെ ദൈവം കരുണയുള്ളൂ, തന്റെ കാലിനെ വീഴ്ചയിലും മരണത്തിലും അവൻ നല്ലവനല്ലോ. എന്റെ കാലുകളെ വീഴ്ചയിലും മരണത്തിൽ നിന്നും വിടുവിച്ചോൻ അവൻ നല്ലവനല്ലോ, അവൻ നല്ലവനല്ലോ. ഞാനവനായി പാടും, ഞാനവനായി പാടും. ഇത്രത്തോളം എന്നെ ദൈവം സഹായിച്ച് സംസാരിപ്പാൻ എന്റെ കർത്താവ് എനിക്ക് കൃപ തന്നോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആ ജീവനുള്ള കാലമെല്ലാം ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെട്ടുകൊണ്ട് ഇനിയുള്ള കാലം എന്റെ അപ്പന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് മുന്നേറുവാൻ എന്നെ ഈ കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുകയാണ്. ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു. എന്റെ ദൈവം എന്നെ നടത്തി. കഷ്ടതയിലും ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും ഇല്ലായ്മയിലും രോഗത്തിലും കഷ്ടങ്ങളിലും കണ്ണുനീരിലും ജോലി ചെയ്യാനും കുഞ്ഞുങ്ങളെ വളർത്തുവാനും എല്ലാം എന്റെ ദൈവം സഹായിച്ചു. എന്റെ 32ാമത്തെ വയസ്സിലാണ് എന്റെ ഭർത്താവ് മരിച്ചത്. ഇന്ന് 63 വയസ്സായി. ഈ വയസ്സ് വരെ എന്റെ കുഞ്ഞുങ്ങളെ എന്റെ കർത്താവ് എന്നെ സഹായിച്ചു. അവർക്കെല്ലാവർക്കും കുടുംബങ്ങളും കുഞ്ഞുങ്ങളും എല്ലായി ദൈവത്തിന്റെ സന്നിധിയിലും അവരും വിശ്വസ്തയോടെ നിന്ന് കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാൻ പിന്നെയും ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദൈവം ഉയരത്തിലെ ശക്തിയാൽ നമ്മുടെ നിറയ്ക്കുന്നതോർത്ത് സ്തോത്രം. അത്ഭുത മന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, ആധിപത്യമുള്ളവൻ, നമ്മളെ സൂക്ഷിക്കുന്ന നല്ല കർത്താവ്, നമുക്കുള്ളത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവ് ആഗ്രഹിക്കുന്ന അതേ അളവിൽ നമുക്ക് ഓരോരുത്തർക്കുമായി തീരുവാതക്കോണം കർത്താവ് നമ്മളെ സഹായിക്കേണ്ടതിനെ കർത്താവ് അനുഗ്രഹിക്കണം, ദൈവകൃപയിൽ പൊതിയണം. ദൈവം ആഗ്രഹിക്കുന്നിടത്തോളം ശുശ്രൂഷ ചെയ്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ ചാനലിനെ കർത്താവ് അധികമായി അനുഗ്രഹിക്കണമേ ദൈവമേ. അനേകർക്ക് സാക്ഷ്യം പറയുവാൻ, അനേകരുടെ സാക്ഷ്യങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പ നിന്റെ കരം അത്ഭുതം പ്രവർത്തിക്കണമേ. എളിവളെതിനായി സഹായിച്ചതിനെ നിന്റെ മക്കളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ ധാരാളമായി പകർന്ന് അപ്പന്റെ ഇഷ്ടം ചെയ്ത് മുന്നേറുവാൻ എന്നെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അനേകർക്ക് രോഗസൗഖ്യം കടന്നു വരുവാൻ ഈ ദിവസങ്ങളിലെ എന്നെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ മേരി ജോസഫ്. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ദൈവം നടത്തിയ ദൈവത്തിൻ്റെ വഴികളിൽ ദൈവം കൂടെയിരുന്ന അത്ഭുതത്തിൻ്റെ കരം അനുഭവിച്ചറിഞ്ഞ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുവാൻ ദൈവം കൃപ ചെയ്തത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അനാഥത്വം അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. അഥവാ മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ട ഒരനുഭവം. മാതാപിതാക്കന്മാർ ഇല്ലാതെ വളർന്നു വന്ന ആ ഒരു ജീവിത പശ്ചാത്തലവും സാഹചര്യവും വളരെ ഏറെ വേദനകൾ നിറഞ്ഞ അനുഭവങ്ങളായിരുന്നു.
അതിനേക്കാൾ ഭാരമേറിയ ഒരു അനുഭവമായിരുന്നു 13-ാമത്തെ വയസ്സിൽ വിവാഹിതയാകുന്ന ഒരനുഭവം. കുഞ്ഞുനാളിൽ തന്നെ, കുട്ടിക്കാലത്ത് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഒരറിവുമില്ലാത്ത ആ കാലത്ത്, കളിച്ചു നടക്കേണ്ടുന്ന ആ പ്രായത്തിൽ അമ്മയായി തീരുക, 4 മക്കളുടെ അമ്മയായി തീരുക, അതോടൊപ്പം രക്തസ്രാവം ഉണ്ടാകുക, തുടർമാനമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുക, കുടുംബജീവിതത്തിൽ അധികം നാൾ ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ ഭർത്താവ് മരണം വഴിയായി കാൻസർ രോഗത്തിലൂടെ ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോവുക, മാറ്റപ്പെടുക, കുഞ്ഞുങ്ങളുടെ ഭാവി അനിശ്ചിതത്വം, അങ്ങനെ ഒരുപാട് സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ ജീവിതം കടന്നുപോയി. എങ്കിലും ഇതിൻ്റെയൊക്കെയും നടുവിൽ ദൈവത്തിൻ്റെ അത്ഭുത കരം കൂടെ ഇരുന്നു എന്നതാണ് ഇങ്ങനെ ഒരു സാക്ഷ്യം പ്രസ്താവിപ്പാൻ ഇടയായി തീർന്നത്. മരണകരമായ അനുഭവങ്ങളിലൂടെ ജീവിതം വലിച്ചിഴക്കപ്പെട്ടപ്പോൾ ദൈവം അതിലൊക്കെ ഒരു ജീവൻ പകർന്ന് ക്രൂശിലെ സ്നേഹത്താൽ, സൗഖ്യത്താൽ താങ്ങുന്ന കരം കൂടെയിരുന്ന് ദൈവം സൂക്ഷിച്ചല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം തന്ന മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എല്ലാവരും സുരക്ഷിതരായി സന്തോഷത്തോടെ ആയിരിക്കുന്നല്ലോ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെയും കർത്താവ് സൂക്ഷിക്കട്ടെ. കർത്താവിൻ്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തട്ടെ. കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ, അനേകരോട് യേശു കർത്താവിനെ കുറിച്ച് പങ്കുവയ്ക്കുവാൻ ഇനിയും അവസരങ്ങൾ ദൈവം ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകരോടൊപ്പം കടന്നു വന്ന് ഈ സാക്ഷ്യം പങ്കുവച്ചല്ലോ. കർത്താവിൻ്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹത്തിനും വിടുതലിനും ദൈവനാമ മഹത്വത്തിനും മുഖാന്തരമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും പ്രേക്ഷകർ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കും ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ, ഞങ്ങളോട് ഷെയർ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്കും ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഈ നമ്പറിൽ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ കർത്താവിൻ്റെ ദാസിയെ, പ്രിയപ്പെട്ടവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുന്നവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com